വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ല, ഇവരുടെ പ്രയാസങ്ങൾ കണ്ടിട്ടാണ് അന്ന് മലയാളികൾ അതെ 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 പക്ഷെ ആ പണം എന്തിനു ചെലവഴിച്ചു എന്നുള്ള ചോദ്യം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ രൂക്ഷമായ വിമർശനം. ഡിവൈഎഫ്ഐ വീടുകൾ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് പണി തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ. 88 ലക്ഷം രൂപയാണ് അക്കൌണ്ടിൽ വന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി. കുട്ടികള് കുടുക്കയിലിട്ട പണം അല്ലെ, ആ പണം അത്ര ആയിരക്കണക്കിന് കോടി രൂപ, എന്നിട്ട് പോലും വീടുകളോ ഇവർക്ക് ആവശ്യമായ കാര്യങ്ങളോ പോലും നിർമ്മിക്കാതെ ഒരു മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങിയില്ല. ഇത് ആകെ നാണക്കേടുണ്ടാക്കി. നിങ്ങൾ കാണിക്കുന്ന ലാപ്സിനെ ക്രൈം എന്നല്ലാതെ ഒരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയത്തില്ല. ഇതിന് ഈ നാട് പകരം ചോദിക്കും. 20 വീട് ഡിവൈഎഫ്ഐ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലും ആയില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. 88 ലക്ഷം രൂപയാണ് അക്കൌണ്ടിൽ വന്നതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. ഇവരുടെയൊക്കെ ശാപത്തിന് നിങ്ങൾ എപ്പോൾ മറുപടി പറയും? ഇതിന് കേരളം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും.